പലപ്പോഴും നമ്മൾ ഒരു വാക്കങ്ങ് പഠിച്ചാൽ വേറെ പല പല കോണ്ടെക്സ്റ്റിൽ ഈ വാക്കങ്ങ് പഠിച്ചല്ലോ ഉപയോഗിക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് വലിയൊരു പ്രശ്നം ഉണ്ടാവുക. ഈ വാക്കിന് വേറെ വേറെ അർത്ഥങ്ങൾ വരിക. അപ്പോൾ അങ്ങനെ വേറെ വേറെ അർത്ഥങ്ങൾ വരുന്നൊരു വാക്കാണ് പിക്ക്. ഈ പിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? എന്തെങ്കിലും ഒരു സാധനം നിലത്ത് നിന്ന് എടുക്കുക, അതാണ് പിക്ക് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെടിയിൽ നിന്നൊക്കെ പൂവ് പൊട്ടിക്കില്ലേ, അല്ലെങ്കിൽ പറക്കില്ലേ, ചില സ്ഥലത്ത് പൊട്ടിക്കുക എന്ന് പറയും കേട്ടോ, പൂ പൊട്ടിക്കാൻ പോകാമെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ പൂ പറിക്കാൻ അല്ലെങ്കിൽ പൂ പൊട്ടിക്കുന്നതിന് പിക്ക് സം ഫ്ലവേഴ്സ് എന്ന് പറയും. പിക്ക് സം ഫ്ലവേഴ്സ് ഫ്രം ദ ഗാർഡൻ എന്ന് വെച്ചാൽ ആ തോട്ടത്തിൽ കുറച്ച് പൂക്കൾ ഉണ്ടാവും, കുറച്ച് പറിച്ചിട്ട് വന്നേ, പൊട്ടിച്ചിട്ട് വന്നേ, പിക്ക് സം ഫ്ലവേഴ്സ് ഫ്രം ദ ഗാർഡൻ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥവും പിക്കിനുണ്ട്. ഐ പിക്ഡ് ദ റോങ് ബാഗ് എന്ന് വെച്ചാൽ എൻ്റെ ബാഗ് ആയിരുന്നില്ല, അത് വേറെ ആരുടെയോ ബാഗായിരുന്നു, അതാണ് ഞാൻ പോയി എടുത്തത്, അതാണ് ഞാൻ സെലക്ട് ചെയ്തത്, അതാണ് ഞാൻ ചൂസ് ചെയ്തത് എന്നുള്ള അർത്ഥം വരും. ഐ പിക്ഡ് ദ റോങ് ബാഗ്. അപ്പോൾ പിക്കിൻ്റെ ജനറലി ഉപയോഗിക്കുന്ന അർത്ഥം ഇതാണ്. പക്ഷേ ഇനി അതിൻ്റെ കൂടെ വേറെ ചില വാക്കുകൾ വരുമ്പം വളരെ വളരെ ഡിഫറെൻ്റ് അർത്ഥങ്ങളാണ് വരിക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ നാട്ടിൽ വന്നു. അപ്പോൾ ട്രെയിനിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറയാണ് സ്റ്റേഷനിൽ ഞാൻ പോയിട്ട് അവളെ എടുക്കാം എന്ന് പറയില്ലേ, അവിടെയും പിക്ക് വരും. പിക്ക് ചെയ്യാൻ മാത്രം അവളവിടെ വീണ് കിടക്കൊന്നുമല്ല, അല്ലെങ്കിൽ അവളൊരു ചെടിയിലുള്ള പൂവൊന്നുമല്ല. പക്ഷെ അവിടെ നമ്മളെങ്ങനെ ഉപയോഗിക്കുക? പിക്ക് സംവൺ അപ്പ്. അപ്പോൾ ആ രീതിയിൽ പിക്ക് ഹർ അപ്പ്, പിക്ക് ഹിം അപ്പ്, അങ്ങനെയൊക്കെ. പിക്ക് രാജു അപ്പ്, അങ്ങനെ പേരും വരാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് അവളെ എടുക്കാം, എങ്ങനെ പറയും? ഐ വിൽ പിക്ക് ഹർ അപ്പ് അറ്റ് ദ സ്റ്റേഷൻ. 7 മണിക്ക് ഞാൻ പോയിട്ട് അവളെ എടുക്കാമെന്ന് എങ്ങനെ പറയും? ഐ വിൽ പിക്ക് ഹർ അപ്പ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് 7. 7 മണിക്ക് അറ്റ് 7. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ സ്കൂളിൽ നിന്ന് എടുക്കാം, എങ്ങനെ പറയും? ഐ വിൽ, അവനെയാണ്, പിക്ക് ഹിം അപ്പ് ഫ്രം സ്കൂൾ. ഞാൻ അവനെ സ്കൂളിൽ നിന്ന് എടുക്കാം. ഐ വിൽ, ഈ ഐ വില്ലിനെ ചുരുക്കിയിട്ട് ഐൽ, അങ്ങനെ പറഞ്ഞ് ശീലിക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്പീച്ചിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഐൽ പിക്ക് ഹിം അപ്പ് ഫ്രം ദ സ്കൂൾ. നീ അവളെ എടുത്തോ? അങ്ങനെ ചോദിക്കും. ഡിഡ് യു പിക്ക് ഹർ അപ്പ്? ഡിഡ് യു പിക്ക് ഹർ അപ്പ്? നീ അവളെ എടുത്തോ? ഫോണിലൊക്കെ ചോദിക്കും, ഹലോ നീ എടുക്കുമെന്ന് പറഞ്ഞില്ലേ, അവളെ എടുത്തോ? ഡിഡ് യു പിക്ക് ഹർ അപ്പ്? ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയോ? ഇനി ഇപ്പം നമ്മൾ പഠിച്ചത് പിക്ക് സംവൺ അപ്പ്, ഒരാളെ അല്ലേ, പിക്ക് ഹർ അപ്പ്, പിക്ക് ഹിം അപ്പ്. പക്ഷേ പിക്ക് സംതിങ് അപ്പ് വന്നാലോ, ഒരു സാധനമാണെങ്കിലോ, അപ്പോൾ എടുക്കുക എന്നുള്ള അർത്ഥം വരിക. ഷീ പിക്ഡ് അപ്പ് ഹർ ബാഗ്. ബാഗ് എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുക, ഞാനിങ്ങനെ നമ്മുടെ ഏത് സിനിമയിലായിരുന്നു, മോഹൻലാലും മുകേഷും കൂടെ ഇങ്ങനെ നോക്കില്ലേ, അവളിപ്പോൾ കയറി ഗാഥ, എന്താണ് വന്ദനത്തിൽ കയറി, അവൾ ബാഗ് എടുത്തു ഞാൻ എങ്ങനെ പറയണേ? അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് പറയാം, അവൾ ബാഗ് എടുത്തു കേട്ടോ. ഷീ പിക്ഡ് അപ്പ് ഹർ ബാഗ്. ഓക്കെ, ഷീ പിക്ഡ് അപ്പ് ഹർ ബാഗ്. അപ്പോൾ പിക്കപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് പിക്ഡ് അപ്പ്. ഇനി നമ്മൾ ബാഗും കുട്ടീനെയും ഒന്നും മാത്രമല്ല പിക്കപ്പ് ചെയ്യുക. ചില സമയത്ത് നമ്മൾ എടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ കോളേജിലൊക്കെ പോയി തുടങ്ങുമ്പം ചില കുട്ടികൾ ചില ദുശ്ശീലങ്ങളൊക്കെ പിക്കപ്പ് ചെയ്യും. എന്നുവെച്ചാൽ കുറച്ച് ദുശ്ശീലങ്ങളൊക്കെ അവർക്ക് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ പിക്കപ്പ് എന്ന് പറയും കേട്ടോ. അവൻ്റെ കോളേജിൻ്റെ സമയത്ത് അവൻ എന്തൊക്കെയോ ദുശ്ശീലങ്ങൾ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പറയില്ലേ. ഹി പിക്ഡ് അപ്പ് എന്ത്? സം ബാഡ് ഹാബിറ്റ്സ് എപ്പോൾ? ഡ്യൂറിങ് ഹിസ് കോളേജ് ഡേയ്സ്. മനസ്സിലായല്ലോ? ഹി പിക്ഡ് അപ്പ്, അവൻ പിക്കപ്പ് ചെയ്തു. എന്താ പിക്കപ്പ് ചെയ്തത്? സം ബാഡ് ഹാബിറ്റ്സ് വെൻ ഡ്യൂറിങ് ഹിസ് കോളേജ് ഡേയ്സ്. ക്ലിയർ ആയോ? ഇതുപോലെ തന്നെ നമുക്ക് ഈ ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഗുഡ് ഹാബിറ്റ്സോ എന്ത് ഹാബിറ്റ്സ് അതുപോലെ നമ്മൾ പിക്കപ്പ് ചെയ്യണതാണ് ലാംഗ്വേജ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ, അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ചില ചീത്ത വാക്കുകൾ പിക്കപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിക്കപ്പ് ചെയ്യുന്നു പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കണേ. നിങ്ങളുടെ കുട്ടി ചെറിയ കുട്ടിയാണ്, ഒരു 3 വയസ്സായേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി ചാനലൊക്കെ വെച്ചിരിക്കുമ്പം കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി എന്ന് നിങ്ങൾ പറയാം. എങ്ങനെ പറയും? മൈ സൺ ഹാസ് ഓൾറെഡി പിക്ഡ് അപ്പ് എ ഫ്യൂ ഇംഗ്ലീഷ് വേർഡ്സ്. കുട്ടി ഓൾറെഡി കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ വിനിയുടെ ചാനലില്ലേ, അത് കാണുമ്പോൾ അവൻ അവിടെ ഇരിക്കാറുണ്ട്. അപ്പോൾ അവന് എന്തൊക്കെയോ പറയാറുണ്ട്. മൈ സൺ ഹാസ് ഓൾറെഡി പിക്ഡ് അപ്പ്
സം ഇംഗ്ലീഷ് വേർഡ്സ് കേട്ടോ. അപ്പോൾ ഹാബിറ്റ്സ്, ലാംഗ്വേജ് ഇതൊക്കെ നമുക്ക് പിക്കപ്പ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇനി ഇതൊന്നും അല്ലാണ്ട് പിക്കപ്പിന് വേറെയും കുറേ അർത്ഥങ്ങൾ വരും. ബിസിനസ്സൊക്കെ ഒന്ന് പിക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സെയിൽസൊക്കെ ഒന്ന് പച്ച പിടിക്കുക എന്നൊക്കെ പറയില്ലേ. ഈ പച്ച പിടിക്കുന്നതിന് നമുക്ക് പിക്കപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ തീർന്ന ശേഷം, അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നല്ലോ, ആ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ ശേഷം എൻ്റെ സെയിൽസൊക്കെ ഒന്ന് പച്ച പിടിച്ചിട്ടുണ്ട്. എങ്ങനെ പറയും? ദ സെയിൽസ് ഹാവ് പിക്ഡ് അപ്പ് ആഫ്റ്റർ ദ ലോക്ക്ഡൗൺ എൻഡഡ്. ലോക്ക്ഡൗൺ എൻഡ് ചെയ്തതിന് ശേഷം, ആഫ്റ്റർ ദ ലോക്ക്ഡൗൺ എൻഡഡ് എന്താ സംഭവിച്ചേ? സെയിൽസ് ഹാവ് പിക്ഡ് അപ്പ്, ഒന്ന് പച്ച പിടിച്ചു. അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലോ, അവൻ വന്ന ശേഷം, മാനേജറായിട്ട് അവൻ വന്ന ശേഷം എന്ത് സംഭവിച്ചേ? ബിസിനസ് ഒന്ന് പച്ച പിടിച്ചു. അപ്പോൾ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചു എന്നെങ്ങനെ പറയും? ദ ബിസിനസ് ഹാസ് പിക്ഡ് അപ്പ്. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. സെയിൽസ് ഹാവ് പിക്ഡ് അപ്പ്. ബിസിനസ് സിംഗുലറാണ്, ഹാസ് പിക്ഡ് അപ്പ്. കേട്ടോ? ഇനി വേറൊരു പിക്കപ്പ് ഉണ്ട്. നമ്മൾ പിക്കപ്പ് ഓൺ സംതിങ്. ഇനി ഈ പിക്കപ്പിൻ്റെ കൂടെ ഒരു ഓൺ എന്നുള്ള വാക്കുകൂടെ വന്നാൽ വീണ്ടും അർത്ഥം മാറി. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പെടുക, ശ്രദ്ധിച്ചിട്ട് നമ്മൾ അതിന് ചിലപ്പോൾ റിയാക്റ്റും ചെയ്യും അല്ലേ, അതിന് നമ്മൾ പിക്കപ്പ് ഓൺ സംതിങ് എന്ന് പറയും. ഇപ്പോൾ ചില ആൾക്കാർ ചില വിറ്റൊക്കെ പറഞ്ഞാൽ, അപ്പോൾ ഞാനൊക്കെ ചില വിറ്റൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒന്നും പിടിയിട്ടില്ല, കുറേ സമയം കഴിയും. ചിലപ്പോൾ കുറേ സമയം കഴിഞ്ഞാലും ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ അത് നോട്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് പിക്കപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഒരു സെൻറ്റൻസ് പറയാം, അർത്ഥം മനസ്സിലാവുണ്ടോ നോക്കണേ. ഷീ ഫെയിൽഡ് ടു പിക്ക് അപ്പ് ഓൺ ദ ഹ്യൂമർ ഇൻ ഹിസ് റിമാർക്ക്. അപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഇൻ ഹിസ് റിമാർക്ക്, അയാൾ എന്തോ പറഞ്ഞു. അപ്പോൾ ആ റിമാർക്ക് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് കൂട്ടിയാൽ മതി. ആ പറഞ്ഞതിൽ എന്തോ ഒരു വിറ്റുണ്ടായിരുന്നു. ഷീ ഫെയിൽഡ് ടു പിക്ക് അപ്പ് ഓൺ ദ ഹ്യൂമർ. അതിലുണ്ടായിരുന്ന ആ വിറ്റ് അവൾക്ക് മനസ്സിലായില്ല, അവൾ തിരിച്ചറിഞ്ഞില്ല. മനസ്സിലായോ? അതാണ് ഫെയിൽഡ് ടു പിക്ക് അപ്പ്. ഷീ ഫെയിൽഡ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അവൾ എക്സാമിൽ ഫെയിലായി എന്നല്ല, അത് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ അവിടെ ചെയ്യാൻ പറ്റാതിരുന്നത്? ഷീ ഫെയിൽഡ് ടു പിക്ക് അപ്പ് എന്ത്? ഓൺ ദ ഹ്യൂമർ ഇൻ ഹിസ് റിമാർക്ക്. ഓൺ ദ ഹ്യൂമർ അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി ഇൻ ഹിസ് റിമാർക്കൊക്കെ വരുമ്പോൾ വലിയ സെൻറ്റൻസ് ആയോ, ടെൻഷൻ വരുന്നേ എന്ന് വിചാരിക്കണ്ട. ഷീ ഫെയിൽഡ് ടു പിക്ക് അപ്പ് ഓൺ ദ ഹ്യൂമർ. അവൾക്ക് തമാശ പിടിയിട്ടില്ല എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ വലിയൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം, ചേട്ടൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഞാൻ അതിലേക്ക് തിരിച്ചു വരട്ടെ, അങ്ങനെ പറയില്ലേ, അതിലേക്ക് തിരിച്ചു വരാം, നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക്. അതിനും നമുക്ക് പിക്കപ്പ് ഓൺ എന്ന് പറയാം. എങ്ങനെയാ? ഇഫ് ഐ കുഡ് ജസ്റ്റ് പിക്ക് അപ്പ് ഓൺ എ ക്വസ്റ്റ്യൻ യു റേസ്ഡ് ഏർലിയർ. ഇപ്പം നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമില്ലേ, അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയുകയാണെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്റൻസ്. ഇഫ് ഐ കുഡ് ഡു ഇറ്റ് എന്ന് വെച്ചാൽ എനിക്കത് ചെയ്യാൻ നിങ്ങൾ അനുമതി തന്നാൽ എന്നുള്ള അർത്ഥമാണ്. വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന രീതിയാണ് കേട്ടോ. ഇഫ് ഐ കുഡ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാനൊരു താല്പര്യമുണ്ട്, എനിക്ക് ആ ഉത്തരം പറഞ്ഞേ പറ്റൂ. നിങ്ങൾ നേരത്തെ ചോദിച്ചങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, അതിന് ഉത്തരം വേണ്ട, ഞാൻ പറയാം, എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എപ്പോഴും വളരെ ഞാനത് ചെയ്താൽ നല്ലതായിരുന്നു നല്ല രീതിയിൽ വേണം എപ്പോഴും സംസാരിക്കാൻ. ഇഫ് ഐ കുഡ് ജസ്റ്റ് പിക്ക് അപ്പ് ഓൺ എ ക്വസ്റ്റ്യൻ യു റേസ്ഡ് ഏർലിയർ. നേരത്തെ നിങ്ങൾ റേസ് ചെയ്തെന്ന് വെച്ചാൽ എന്താ? ക്വസ്റ്റ്യൻ റേസ് ചെയ്യാൻ ചോദിക്കാനേ അർത്ഥമുള്ളൂ അവിടെ. ഇഫ് ഐ കുഡ് ജസ്റ്റ് പിക്ക് അപ്പ് ഓൺ എ ക്വസ്റ്റ്യൻ യു റേസ്ഡ് ഏർലിയർ. നേരത്തെ പറഞ്ഞ ചോദ്യമില്ലേ, അതിന് ഉത്തരം എനിക്കൊന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ. മനസ്സിലായോ? ഇംഗ്ലീഷ് എപ്പോഴും ഇങ്ങനെയാണ്, വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണം. ചിലപ്പോൾ നേരത്തെ പറഞ്ഞത് നിനക്കൊന്നും അറിയില്ല എന്നൊക്കെ ആയിരിക്കും, അങ്ങനെ വളരെ തീവ്രമായ ഡിസ്കഷൻ ആയിരിക്കും. പക്ഷേ തിരിച്ചു പറയുമ്പോൾ എപ്പോഴും ഇഫ് ഐ കുഡ് പിക്ക് അപ്പ് ഓൺ ദ ക്വസ്റ്റ്യൻ യു ഹാഡ് റേസ്ഡ് ഏർലിയർ, ആ രീതിയിൽ വേണം പറയാൻ. ഓക്കെ? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എവിടെയെങ്കിലും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും എന്താണ് ഇവിടെ ഈ പിക്ക് വന്നത്, എന്താണ് അവരെ എടുക്കേണ്ടത്, മനസ്സിലായോ? ആ ചോദ്യം ഒന്ന് ഞാൻ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഇഫ് ഐ കുഡ് പിക്ക് അപ്പ് ഓൺ എ ക്വസ്റ്റ്യൻ, നേരത്തെ മെൻഷൻ ചെയ്ത എന്തോ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പ്രതിപാദിക്കുക, അതിനാണ് ഇവിടെ പിക്കപ്പ് ഓൺ ദ ക്വസ്റ്റ്യൻ യു റേസ്ഡ് ഏർലിയർ. ഇനി ഇതൊന്നും അല്ലാണ്ട് പിക്ക് സംബഡി അപ്പോൺ സംതിങ് ഉണ്ട്. അതെന്തായിരിക്കും? നമ്മൾ ഈ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുത്തിപ്പൊക്കില്ലേ, അതാണിത്. ഐ ന്യൂ ഷീ വുഡ് പിക്ക് മീ അപ്പ് ഓൺ സംതിങ്. അപ്പോൾ പണ്ട് ഞാൻ എന്തോ ഒരു കാര്യം ഇത്തിരി എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറഞ്ഞപ്പോൾ പറ്റി, അവൾ അത് കുത്തിപ്പൊക്കും, എനിക്കറിയാതെ. ഐ ന്യൂ ഷീ വുഡ് പിക്ക് മീ അപ്പ് ഓൺ ദാറ്റ്. മനസ്സിലായോ? അവൾ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്നെ ഒന്ന് കുത്തും, അതാണിത്. ഐ ന്യൂ ഷീ വുഡ് പിക്ക് മീ അപ്പ്
ഓൺ ദാറ്റ്. നേരത്തെ പറഞ്ഞപ്പോൾ എന്തോ തെറ്റിപ്പോയി. അത് ഞാൻ പിന്നെ അവിടെ തിരുത്താനും പോയില്ല. പക്ഷേ എല്ലാവരും ചിരിച്ചു. വീണ്ടും അവൾ അത് കുത്തിപ്പോകുമെന്ന് എനിക്കറിയാം. ഐ ന്യൂ ഷീ വുഡ് ഡു ദാറ്റ്. എനിക്കറിയാം ഷീ വുഡ് ഡു ദാറ്റ്. ഷീ വുഡ് പിക്ക് മീ അപ്പ് ഓൺ ദാറ്റ് തിങ്. ഇത് മാത്രമല്ല, ഇനി ഈ ഒരു വസ്തു ഉണ്ടോ ഗിറ്റാറിൻ്റെ, ഇതിനും പിക്ക് എന്നാണ് പറയുക. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന കോഴ്സുണ്ട്. അതിൽ ചില കോഴ്സുകളിൽ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറേ ടാസ്കൊക്കെ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കോഴ്സ് വെബ്സൈറ്റ് നോക്കുക. കാർഡ് ഉപയോഗിച്ചാണ് വാങ്ങിക്കുക. വിസ കാർഡ് തന്നെ വേണം കേട്ടോ. വിസ കാർഡില്ലേ, നമ്മൾ റുപ്പേ കാർഡൊക്കെ ഇല്ലേ, അതുകൊണ്ട് പറ്റില്ല. വിസ കാർഡ് വെച്ചിട്ട് ഓൺലൈനായിട്ട് ആ നമ്പറൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കോഴ്സ് വാങ്ങിക്കാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇതെന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക. ഇപ്പോൾ എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം. എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ നോക്കൂ കേട്ടോ. എന്നാലേ അത് നമുക്ക് മറക്കാതിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകും. കുറേ വായിക്കുക, അപ്പോഴും നിങ്ങൾ ഈ പിക്ക് ഇഷ്ടം പോലെ കാണും. അപ്പോൾ അടുത്ത ദിവസം വേറൊരു ക്ലാസ്സായിട്ട് വരാം. അതുവരേക്കും ബൈ.